ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു, എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന്. എൻ്റെ പേര് പ്രിയങ്ക. ഞാൻ വയ്യാറ്റുപുഴ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മമ്മി വത്സല, ഇതെൻ്റെ കുഞ്ഞ് അനുഗ്രഹ. എനിക്ക് ആറ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ട്. എനിക്ക് PCOD രോഗം ഉണ്ടായിരുന്നു. മെഡിസിൻ എടുത്തിട്ടായിരുന്നു പീരീഡ്സ് വന്നുകൊണ്ടിരുന്നത്. മെഡിസിൻ കഴിച്ചിട്ടും എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഉടമ്പടി റെഗുലേഷനെല്ലാം പാലിച്ചു തന്നപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് 2025 ഏപ്രിൽ മാതാവ് എനിക്കൊരു ദർശനം തന്നു. നിൻ്റെ അപമാനം ഞാൻ എടുത്തു മാറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നെഗറ്റീവായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് തന്നെ ചോദിച്ചു, അമ്മേ, നീ എന്താണ് എൻ്റെ അപമാനം എടുത്തു മാറ്റിയത്? എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ഒന്നും അല്ലല്ലോ, നീ എന്താണ് എടുത്തു മാറ്റിയത് എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനൊരു നേഴ്സാണ്, സൗദിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രീ ടൈമുകളിലൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് പറയും, അമ്മേ, എനിക്ക് എന്നാണ് നീ കുഞ്ഞിനെ തരുന്നത്? കുഞ്ഞിനെ തന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും എൻ്റെ ജീവിതാവസാനം വരെ. അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. റൂമിലിരുന്ന് കരയുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെൻ്റെ കരച്ചിൽ കേൾക്കും. കാരണം ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മറ്റുള്ളവർ കേൾക്കുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് ആ ദർശനം തന്നപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് പോസിറ്റീവായി മാറി. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ കുഞ്ഞിനെ തന്നു. 9 മന്ത് എനിക്ക് ഒരു പ്രശ്നവുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ അമ്മയെപ്പോലെ സൗന്ദര്യമുള്ളൊരു കുഞ്ഞിനെ തരണം, ഒരു പെൺകുഞ്ഞിനെ തരണമെന്ന് തന്നെ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു പെൺകുഞ്ഞിനെ തന്നെയാണ് എൻ്റെ മാതാവ് എനിക്ക് തന്നത്. അതിന് ഞാൻ അനുഗ്രഹ എന്ന് പേരിട്ടു. അതുകൂടാതെ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു കാർഡിയാക് ഇഷ്യൂസ് വന്ന്, ഒരു ചെസ്റ്റ് പെയിൻ വന്ന് പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു എന്നെ. അപ്പോൾ കാർഡിയാക് ടെസ്റ്റുകളെല്ലാം ചെയ്തു. അവർ ആൻജിയോഗ്രാഫി വരെ ചെയ്യാൻ പ്ലാൻ ചെയ്തു. കാരണം എൻ്റെ ECG വേരിയേഷൻ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ എൻ്റെ ECG കണ്ടപ്പോൾ, ഞാനൊരു കാർഡിയാക് നേഴ്സാണ്, ECG കണ്ടപ്പോൾ ഞാൻ ഭയന്ന് പോയി. എല്ലാം തീർന്നു എന്നായിരുന്നു എൻ്റെ ചിന്തിച്ചു പോയി. ആ സമയത്ത് എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാൻ കാശ് രൂപ ഇട്ടുകൊണ്ടാണ് എൻ്റെ ഹോസ്പിറ്റലിൽ പോകുന്നത്. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, ഒരു കുഴപ്പവുമില്ലെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന്. അങ്ങനെ എല്ലാ ടെസ്റ്റും ചെയ്തപ്പോൾ അത് നോർമലായിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ പ്രഗ്നൻസി ടൈമിലെല്ലാം എൻ്റെ നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ചിരുന്നു. വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ അടിവയറ്റിൽ ഞാൻ കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ എവിടെ പോയാലും ഞാൻ നേർച്ച വസ്തു ഉപയോഗിച്ചായിട്ടായിരുന്നു പോകുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാശ് രൂപം വെച്ച് എൻ്റെ പേഷ്യൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഗ്ലൗസിനടിയിൽ ഞാൻ കാശ് രൂപം വെച്ച് പേഷ്യൻ്റ് അസുഖങ്ങൾ പറയുമ്പോൾ ആൻജിയോഗ്രാഫിയൊക്കെ ചെയ്യാൻ പോകുന്ന പേഷ്യൻറ്റിന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് പല പേഷ്യൻറ്റിൻ്റെ സൗഖ്യങ്ങൾ കാണാൻ ഞാൻ അതും എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. കാരണം മാതാവ് അതിലും എനിക്ക് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. മുസ്ലിം രാജ്യമാണെങ്കിലും ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ ആദ്യമേ വർക്ക് ചെയ്തത് MOH ഹോസ്പിറ്റലായിരുന്നു. പെട്ടെന്ന് റിസൈൻ ചെയ്ത് ഞാൻ എൻ്റെ ജീവിത പങ്കാളി ബഹറിലായിരുന്നു. അപ്പോൾ ഒരുമിച്ച് നിൽക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ എനിക്ക് മിലിറ്ററി ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ കിട്ടുകയും പെട്ടെന്ന് ആ ഇൻ്റർവ്യൂവിൽ പാസ്സാവുകയും നല്ല സാലറിയോടുകൂടെ ഞാനിപ്പം സൗദിയിൽ തന്നെ ജോലി ചെയ്യുന്നു. അതും ദൈവമഹത്വത്തിനായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ 13 വർഷമായി ഞാൻ ഈശോയും മാതാവിലും വിശ്വസിച്ച് ജീവിക്കുന്നു. നേർച്ച വസ്തുക്കൾ ഞാൻ എന്നും ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യും. നാട്ടിൽ വരുമ്പോൾ പത്രം വിതരണം ചെയ്യും. അതുപോലെ സൗദിയിലും പത്രം വിതരണം ചെയ്യും. പിന്നെ നേർച്ച വസ്തുക്കൾ എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുകയും മന്ത്ലി സാലറി എൻ്റെ മാതാവിന് ഞാൻ പാവങ്ങളെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. അതുകൂടാതെ ക്രമമായി ഡെയിലി ബ്ലെസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ ഓരോ ദിവസങ്ങളിലും ഡെയിലി ബ്രെഡാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. അത് ബൈബിൾ വായിക്കുകയും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും കൊന്ത ചൊല്ലുകയും
ചൊവ്വാഴ്ചകളിൽ പ്രാർത്ഥന കൂടുകയും നൊയമ്പെടുക്കുകയും ചെയ്യാറുണ്ട്. ബുധനും ശനിയും നൊയമ്പെടുക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മാതാവിന് ഈശോയ്ക്കും വേണ്ടി ഞാൻ ചെയ്തു വരുന്നത്. കാരുണ്യ പ്രവൃത്തിയായിട്ട് നാട്ടിൽ വരുമ്പം പത്രം കൊടുക്കുകയും പൊതിച്ചോറുകൾ ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യാറുമുണ്ട്. അതുകൂടാതെ സൗദിയിലാണെങ്കിൽ ഹോസ്പിറ്റൽ വയ്യമാർക്കൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട്. പത്രം എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കാറുണ്ട്. ഇത്രയും ചെയ്തു തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഇനിയും മുന്നോട്ട് എൻ്റെ ജീവിത അവസാനം വരെയും ഈ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കാനാണ് എൻ്റെ ആഗ്രഹം. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. സങ്കീർത്തനം 145 16 വചനമാണ്. ദൈവം തൻ്റെ കൈ തുറന്ന് നമുക്ക് ആവശ്യമായത് നൽകുന്നു. ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെയാണ് ദൈവം നമ്മുടെ നിയോഗങ്ങൾ നിറവേറ്റുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് ഓരോ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന ഒരു ആത്മീയ വഴിയാണ് ഉടമ്പടി. ദൈവം കൈ തുറക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ, ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ കരുതലും പരിപാലനയുമാണ് നാം ഓരോ വ്യക്തികളുടെ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൃപാസനം അമ്മ ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തിലൂടെ നമ്മെ നയിക്കുന്നു. നമ്മളെ കരം പിടിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക എന്നാണ് അമ്മ നമ്മളോട് പറയുന്നത്. കാനായിലെ വിവാഹത്തിൽ എന്ന പോലെ ഇന്നും അമ്മ പറയുന്നത് നമ്മുടെ ഓരോ ആവശ്യങ്ങളും ദൈവത്തേക്കിലേക്ക് എടുക്കുകയാണ്. ഉടമ്പടിയിലൂടെ അസാധ്യമായ കാര്യങ്ങൾക്ക് പരിഹാരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. രോഗങ്ങളിൽ ആശ്വാസവും കുഞ്ഞില്ലാത്തവർക്ക് കുഞ്ഞും കുടുംബത്തിലെ അനുഗ്രഹവുമാണ് ഉടമ്പടിയിൽ കൂടെ ഓരോ മക്കൾക്കും ലഭിക്കുന്നത്. മരിയൻ ഉടമ്പടി ഒരു വിശ്വാസ സമർപ്പണമാണ്. പ്രാർത്ഥനയിൽ നിലനിൽക്കാനും വിശ്വാസത്തോടെ ജീവിതം നയിക്കുവാനും അമ്മ മാതാവിനെ കാണിച്ച വഴിയിലൂടെ സഞ്ചരിക്കുവാനും ഉള്ള ഒരു പ്രചോദനമാണ് ഉടമ്പടിയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രചോദനത്തിൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് പ്രിയങ്ക വി പ്രസന്നൻ നമ്മളോട് പങ്കുവച്ചത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. പ്രിയങ്കയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും അനുഗ്രഹ എന്ന മകളെ നൽകി അനുഗ്രഹിച്ച ഈശോയ്ക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഇവരെ മാറ്റിയ പരിശുദ്ധ അമ്മയ്ക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.